അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷൻ 80 ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് റൂൾ നോക്കാം. സെക്ഷൻ 80 ബന്ധപ്പെട്ട് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് റൂള് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് റൂൾ നോക്കാം. ഏതാണ്? റൂൾ 198 CSCB എക്സാമിനേഷനൊക്കെ പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതാണ്. റൂൾ 198 ഏതാണ്? ഡിസിപ്ലിനറി ആക്ഷൻ ആണ്. ഏതാണ്? അച്ചടക്ക ലംഘന നടപടികൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ശിക്ഷണ നടപടികളാണ് ഡിസിപ്ലിനറി ആക്ഷനിൽ പറയുന്നത്. വിവിധ തരത്തിലുള്ള ശിക്ഷണ നടപടികളുണ്ട്. ഇത് ആർക്ക് വേണ്ടിയാണ് ഈ പറഞ്ഞിരിക്കുന്ന റൂൾ ഫ്രെയിം ചെയ്തിരിക്കുന്നത്? അറിയാലോ, നമ്മൾ സെക്ഷൻ 80 ഓഫീസേഴ്സ് എംപ്ലോയീസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഈ പറഞ്ഞിരിക്കുന്ന ഓഫീസേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസ് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള അച്ചടക്ക ലംഘന നടപടികൾ നടത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് സീരിയസ് ആയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ എംപ്ലോയ്മെൻറ്റ് ബാധിക്കുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്താൽ അദ്ദേഹത്തിന് ശിക്ഷണ നടപടികൾക്ക് വിധേയമാക്കുന്നതിനെ പറ്റി പറയുന്ന റൂളാണ് റൂൾ 198 ഡിസിപ്ലിനറി ആക്ഷൻ. വിവിധ തരത്തിലുള്ള ശിക്ഷണ നടപടികൾ ഈ പറഞ്ഞിരിക്കുന്ന റൂൾ 198 പറയുന്നുണ്ട്. അതൊന്ന് നോക്കാം. റൂൾ 198 ഈ പറഞ്ഞിരിക്കുന്ന സബ് റൂള് 1 എ മുതൽ എച്ച് വരെയാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് 1 എ എന്താണെന്ന് നോക്കാം. എ പറയുന്നത് സെൻഷറാണ്. സെൻഷർ മീൻസ് ശാസന, വഴക്ക് പറയൽ, വാണിംഗ് ഒക്കെ കൊടുക്കൽ, സെൻഷർ. ബി ഫൈൻ കൊടുക്കൽ. ബി പറയുന്നത് ഫൈൻ, സെൻഷർ ഫൈൻ. അടുത്തത് സി വിത്ത് ഹോൾഡിംഗ് ഇൻക്രിമെൻറ്റ് വിത്ത് ഹോൾഡ് ചെയ്യാം, വിത്ത് ക്യുമുലേറ്റീവ് ഓർ നോൺ ക്യുമുലേറ്റീവ് എഫക്റ്റ്, അതായത് സ്ഥിരമായിട്ടോ അല്ലാതെയോ. അപ്പോൾ പറയുന്നത് എന്താണ്? സി പറയുന്നത് വിത്ത് ഹോൾഡിങ് ഇൻക്രിമെൻ്റ് ഒക്കെ വിത്ത് ഹോൾഡ് ചെയ്യുക. അപ്പം എ സെൻഷർ, ബി ഫൈൻ, സി വിത്ത് ഹോൾഡിങ് ഇൻക്രിമെൻറ്റ്. അടുത്തത് ഡി വിത്ത് ഹോൾഡിങ് പ്രൊമോഷൻ വിത്ത് ഹോൾഡ് ചെയ്യുക. അപ്പോൾ എ സെൻഷർ, ബി ഫൈൻ, സി വിത്ത് ഹോൾഡിങ് ഇൻക്രിമെൻറ്റ്, ഡി വിത്ത് ഹോൾഡിങ് പ്രൊമോഷൻ. ഇ റിക്കവറി ഫ്രം പേ, സാലറിയിൽ നിന്നൊക്കെ റിക്കവറി ചെയ്യുക. അപ്പോൾ ഈ പറയുന്നത് എന്താണ്? റിക്കവറി ഫ്രം പേ ആണ്. എഫ് റിഡക്ഷൻ ടു എ ലോവർ റാങ്ക്, നിലവിലുള്ള ഏത് പോസ്റ്റിലാണോ ജോലി ചെയ്യുന്നത് ആ ഒരു പോസ്റ്റിൽ നിന്ന് അതിൻ്റെ തൊട്ട് താഴത്തെയുള്ള പോസ്റ്റിലേക്ക് എന്താണ് റിഡക്ഷൻ ചെയ്യുക. അത് എന്താണ്? തരം താഴ്ത്തുക എന്ന് പറയാം. റിഡക്ഷൻ ടു എ ലോവർ റാങ്ക്. അപ്പോൾ എ കഴിഞ്ഞു. എ സെൻഷർ, ബി ഫൈൻ, സി വിത്ത് ഹോൾഡിങ് ഇൻക്രിമെൻറ്റ്സ്, ഡി വിത്ത് ഹോൾഡിങ് പ്രൊമോഷൻ, ഇ റിക്കവറി ഫ്രം പേ, എഫ് പറഞ്ഞ എന്താണ്? റിഡക്ഷൻ ടു എ ലോവർ റാങ്ക്. ജി കമ്പൽസറി റിട്ടയർമെൻറ്റ്. ജി പറയുന്നത് കമ്പൽസറി റിട്ടയർമെൻ്റ് ആണ്. എച്ച് ഡിസ്മിസൽ ഫ്രം സർവീസസ്. എച്ച് പറയുന്നതാണ് ഡിസ്മിസൽ ഫ്രം സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്ത് കളയുക. അപ്പോൾ ഇത്രയും ഡിസിപ്ലിനറി ആക്ഷൻസ് ആണ് റൂൾ 198 സബ് റൂൾ 1 പ്രകാരം പറയുന്നത്. നോക്കാം. ഫസ്റ്റ് എ സെൻഷർ, ശാസിക്കുക. ബി എന്താണ്? ഫൈൻ കൊടുക്കുക. സി വിത്ത് ഹോൾഡ് ഇൻക്രിമെൻറ്റ് ഈ പറഞ്ഞിരിക്കുന്ന ക്യുമുലേറ്റീവ് എഫക്റ്റിലോ അല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞ നോൺ ക്യുമുലേറ്റീവ് എഫക്റ്റിലോ എന്താണ് ഹോൾഡ് ചെയ്യുക. പിന്നെ ഡി പറയുന്നത് എന്താണ്? വിത്ത് ഹോൾഡിങ് പ്രൊമോഷനൊക്കെ ഹോൾഡ് ചെയ്യുക. ഈ പറയുന്നത് എന്താണ്? റിക്കവറി ഫ്രം പേയിൽ നിന്ന് റിക്കവറി ചെയ്യുക. എഫ് പറയുന്നത് എന്താണ്? റിഡക്ഷൻ ടു എ ലോവർ റാങ്കിലേക്ക് തരം താഴ്ത്തുക. ജി പറയുന്നത് എന്താണ്? കമ്പൽസറി റിട്ടയർമെൻ്റ് ആണ്. എച്ച് പറയുന്നത് എന്താണ്? ഡിസ്മിസൽ ഫ്രം സർവീസസ് ആണ്. ഇത്രയും ശിക്ഷണ നടപടികളാണ് ഈ പറഞ്ഞിരിക്കുന്ന റൂൾ 198 അനുസരിച്ച് പറയുന്നത്. ഇത് ആർക്കൊക്കെയാണ് കൊടുക്കുന്നത്? ആരാണ് ഇമ്പോസ് ചെയ്യുന്നത്? അങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന ഡിസിപ്ലിനറി ആക്ഷൻസ് അല്ലെങ്കിൽ പെനാൽറ്റി ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ആരുടെ അടുത്ത് ഈ പറഞ്ഞ പോലെ ഈ അപ്പീലിനൊക്കെ പോകാം. അതേപോലെ തന്നെ ഈ അപ്പീൽ എത്ര നാളിനുള്ളിൽ ഈ പറഞ്ഞിരിക്കുന്ന പെനാൽറ്റി ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര നാളിനുള്ളിൽ അപ്പീൽ പോകണം. ഇതനുസരിച്ച് ഈ പറഞ്ഞ റൂൾ 198 ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ഈ റൂൾ 198 ഡിസിപ്ലിനറി ആക്ഷൻ പ്രകാരം
കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ എംപ്ലോയിക്കെതിരെ ഏതെങ്കിലും ശിക്ഷണ നടപടികൾ എടുക്കണമെങ്കിൽ അദ്ദേഹത്തിനെതിരെ ശിക്ഷണ നടപടികൾ എടുക്കുന്ന കാര്യങ്ങൾ അറിയിക്കുകയും അദ്ദേഹത്തിന് ഇതിന് എഗനസ്റ്റായിട്ട് ഏതെങ്കിലും പറയാനുള്ള കാര്യങ്ങൾ കേട്ടതിന് ശേഷം മാത്രമാണ് അദ്ദേഹത്തിനെതിരെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ഒരു ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. അത് റൂൾ 198 പ്രകാരം പറയുന്നുണ്ട്. അതേപോലെ തന്നെ റൂൾ 198 പ്രകാരം പറയുന്നത് ഈ ഒരു ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കുന്നതിന് വേണ്ടി ഒരു സീരിയസ് ഒക്കെ ചാർജസ് ഒക്കെ ആണെങ്കിൽ എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന മാനേജിംഗ് കമ്മിറ്റിയിൽ നിന്നൊരു സബ് കമ്മിറ്റി ഫോം ചെയ്യാം. ആ സബ് കമ്മിറ്റി നോട്ട് മോർ ദാൻ 3 മെമ്പേഴ്സാണ്. സബ് കമ്മിറ്റിയിൽ ഈ പറഞ്ഞിരിക്കുന്ന നോട്ട് മോർ ദാൻ 3 മെമ്പേഴ്സാണ് സബ് കമ്മിറ്റിയിൽ. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എംപ്ലോയിക്കെതിരെ ഈ ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കണമെങ്കിൽ ഒരു സബ് കമ്മിറ്റീനെ ഫോം ചെയ്ത് ആ സബ് കമ്മിറ്റീനെ ഏൽപ്പിക്കാം. അതിനകത്ത് നോട്ട് മോർ ദാൻ 3 മെമ്പേഴ്സാണ്. ആ 3 മെമ്പേഴ്സ് ഒരാളെ ആ സബ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് എടുക്കും, അല്ലെങ്കിൽ ചെയർമാനായിട്ട് ഒരു ഡെസിഗ്നേഷൻ സ്ഥാനം കൊടുക്കും. അതേപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന മാനേജിംഗ് കമ്മിറ്റിയിലെ പ്രസിഡൻറ്റിനോ ചെയർമാനോ ഈ സബ് കമ്മിറ്റിയിൽ എന്താകാൻ വേണ്ടി പറ്റില്ല, ഈ പറഞ്ഞിരിക്കുന്ന മെമ്പർ ആകാൻ വേണ്ടി പറ്റില്ല. അത് ഈ പറഞ്ഞിരിക്കുന്ന റൂൾ 198 പ്രകാരം പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന സബ് കമ്മിറ്റിക്ക് സ്വന്തമായിട്ടോ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഏജൻസിനെ വെച്ചോ ഈ പറഞ്ഞിരിക്കുന്ന ബന്ധപ്പെട്ട എംപ്ലോയിക്കെതിരെയുള്ള സീരിയസ് ആക്ഷനൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പണാപകരണങ്ങളൊക്കെ ആണെങ്കിൽ കുറേ നാളത്തെ അക്കൗണ്ടുകളൊക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെയും ഈ പറഞ്ഞിരിക്കുന്ന സ്വന്തമായിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ എക്സ്റ്റേണൽ ഏജൻസിനെ വെച്ച് അന്വേഷിക്കാം. ഈ പറഞ്ഞിരിക്കുന്ന അന്വേഷണം കഴിഞ്ഞ ശേഷം അന്വേഷണ റിപ്പോർട്ട് ആരുടെ മുമ്പാകെ വെക്കേണ്ടി വരും, ഈ പറഞ്ഞിരിക്കുന്ന മാനേജിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ ബോർഡ് ഓഫ് മാനേജ്മെൻറ്റ് മുമ്പാകെ വെക്കേണ്ടി വരും. ഈ പറഞ്ഞിരിക്കുന്ന അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്ന മാനേജിംഗ് കമ്മിറ്റിക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എംപ്ലോയി ചെയ്തിരിക്കുന്ന ഈ കുറ്റകൃത്യങ്ങൾ വളരെ സീരിയസ് ആണ്, അദ്ദേഹത്തിനെതിരെ ഒരു അന്വേഷണം നടത്തണമെങ്കിൽ അദ്ദേഹത്തിന് തൽസ്ഥാനത്ത് നിന്ന് താൽക്കാലികമായി നീക്കം ചെയ്തിട്ട് ശേഷം മാത്രമാണ് അദ്ദേഹത്തിന് എഗനസ്റ്റ് ആയിട്ടുള്ള അന്വേഷണം നടത്താൻ പാടുള്ളൂ എന്നുള്ളൊരു മാനേജിംഗ് കമ്മിറ്റിക്ക് ഒരു ധാരണ ഉണ്ടായാൽ ഈ പറഞ്ഞിരിക്കുന്ന അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള മാനേജിംഗ് കമ്മിറ്റിക്ക് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സസ്പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു കാര്യം അറ്റ് എ ടൈമിൽ ഈ പറഞ്ഞ നോട്ട് എക്സീഡിങ് 6 മന്ത്സ് 6 മന്ത്സിൽ അധികരിച്ച ഒരു ടൈമിലേക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഈ പറഞ്ഞിരിക്കുന്ന എംപ്ലോയിയെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതിനുശേഷം വീണ്ടും പറയുന്നുണ്ട്, എനി കേസ് ഏത് സാഹചര്യം ആയിക്കോട്ടെ നോട്ട് എക്സീഡിങ് 1 ഇയർ 1 ഇയറിൽ അധികരിച്ച ഒരു ടൈമിലേക്ക് ഈ പറഞ്ഞിരിക്കുന്ന വിത്ത് ദി പ്രയർ അപ്രൂവൽ ഓഫ് ദി രജിസ്ട്രാറിൻ്റെ പ്രയർ അപ്രൂവൽ കൂടാതെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഈ പറഞ്ഞിരിക്കുന്ന എംപ്ലോയിനെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്താൻ വേണ്ടി പറ്റില്ല. അതേപോലെ തന്നെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള എംപ്ലോയിക്ക് ഈ പറഞ്ഞിരിക്കുന്ന സബ്സിസ്റ്റൻസ് അലവൻസ് ആക്ട് 1972 പ്രകാരമുള്ള സബ്സിസ്റ്റൻസ് അലവൻസ് കൊടുക്കണം. അദ്ദേഹത്തിന് ഉപജീവനത്തിനുള്ള മാർഗം വേണ്ടേ, അതിനു വേണ്ടിയാണ് കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഡിസിപ്ലിനറി ആക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു പോയിന്റ് പറയുന്നത്, ഏതെങ്കിലും എംപ്ലോയിക്കെതിരെ സീരിയസ് ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഡിസിപ്ലിനറി ആക്ഷൻസ് നിലനിൽക്കുകയോ ആ സാഹചര്യത്തിൽ അദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്ന സർവീസിൽ നിന്ന് റിട്ടയർമെൻ്റ് ആയി പോകുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് എഗനസ്റ്റ് ആയിട്ടുള്ള ഡിസിപ്ലിനറി ആക്ഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് തടഞ്ഞു വെക്കാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഒരു എംപ്ലോയി സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത് പോകാൻ നേരത്ത് ചീഫ് എക്സിക്യൂട്ടീവ് ഒഴിച്ചിട്ടുള്ള ആളാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് സർട്ടിഫൈ ചെയ്ത് അത് സെയിം ആരെ അപ്രൂവ് ചെയ്യണം, ഈ പറഞ്ഞിരിക്കുന്ന ഈ മാനേജിംഗ് കമ്മിറ്റി അദ്ദേഹം റിട്ടയർ ചെയ്ത് വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ അപ്രൂവ് ചെയ്താൽ മാത്രമാണ് ഈ പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിനുള്ള റിട്ടയർമെൻറ്റ് എംപ്ലോയിക്കുള്ള റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് കിട്ടുള്ളൂ. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിൻ്റെ ആണ് ആര് സർട്ടിഫൈ ചെയ്യണം, മാനേജിംഗ് കമ്മിറ്റി സർട്ടിഫൈ ചെയ്യണം. അതാണ് ഈ പറഞ്ഞിരിക്കുന്ന റൂൾ 198 ഡിസിപ്ലിനറി ആക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കാനുള്ളത്. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഈ സെൻഷറും ഫൈനും വിത്ത് ഹോൾഡിംഗ് ഇൻക്രിമെൻറ്റ്സും വിത്ത് ഹോൾഡിംഗ് പ്രൊമോഷനും റിക്കവറി ഫ്രം പേയും റിഡക്ഷൻ ടു എ ലോവർ റാങ്കും കമ്പൽസറി റിട്ടയർമെൻറ്റ് ഡിസ്മിസൽ ഫ്രം സർവീസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് തിയറി പാർട്ടിലേക്ക് നോക്കുമ്പോൾ ആർക്കാണ് കൊടുക്കുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട് എവിടേക്കാണ് അപ്പീൽ പോകുന്നതെന്നും തിയറിയും കൂടെ നോക്കാൻ നേരത്ത് ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് തിയറിയിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ റൂൾ 198 ഡിസിപ്ലിനറി ആക്ഷൻ എന്താണെന്ന് നോക്കാം. സബ് റൂൾ 1, എനി മെമ്പേഴ്സ് ഓഫ് ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി മേ ഫോർ ഗുഡ് ആൻഡ് സഫിഷ്യൻറ്റ് റീസൺ ബി പണിഷ്ഡ് ബൈ ഇമ്പോസിംഗ് എനി ഓഫ് ദി ഫോളോയിങ് പെനാൽറ്റീസ് നെയിംലി. ഈ പറഞ്ഞിരിക്കുന്ന മെമ്പേഴ്സ് ഓഫ് ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി മീൻസ് ഓഫീസേഴ്സ് എംപ്ലോയീസ് എക്സെട്ര ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്താൽ അദ്ദേഹത്തിന് ഇമ്പോസ് ചെയ്യുന്ന പെനാൽറ്റീസ് ഏതൊക്കെയാണെന്നാണ് ഈ താഴെ പറയാൻ പോകുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം.
റൂൾ 198 സബ് റൂൾ 1 പറയുന്നത് സെൻഷറാണ്. സെൻഷർ ശാസന അല്ലെങ്കിൽ വഴക്ക് പറയുക അല്ലെങ്കിൽ വാണിംഗ് കൊടുക്കുക. ബി പറയുന്നത് ഫൈൻ കൊടുക്കുക. സി പറയുന്നത് വിത്ത് ഹോൾഡിംഗ് ഓഫ് ഇൻക്രിമെൻ്റ് ഒക്കെ തടഞ്ഞു നിർത്തുക അല്ലെങ്കിൽ തടഞ്ഞു വയ്ക്കുക. വിത്ത് ഓർ വിത്തൗട്ടിങ് ക്യുമുലേറ്റീവ് എഫക്റ്റ്, സ്ഥിരമായിട്ടോ അല്ലാതെയോ. ഡി പറയുന്നത് വിത്ത് ഹോൾഡിംഗ് പ്രൊമോഷനൊക്കെ ഹോൾഡ് ചെയ്യുക. ഈ പറയുന്ന റിക്കവറി ഫ്രം പേ, ദ വോൾ ഓർ പാർട്ട് ഓഫ് എനി ലോസ് കോസ്ഡ് ടു ദി സൊസൈറ്റി. റിക്കവറി ഫ്രം പേ, ഏതെങ്കിലും തരത്തിലുള്ള ലോസ് സൊസൈറ്റിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പേയിൽ നിന്നും റിക്കവറി ചെയ്യുക, അത് ഫുള്ളായിട്ടോ അല്ലെങ്കിൽ പാർട്ടായിട്ടോ. അതേപോലെ തന്നെ എഫ് ആയിട്ട് പറയുന്നത് റിഡക്ഷൻ ടു എ ലോവർ റാങ്കിലേക്ക് റിഡക്ഷൻ ചെയ്യുക. ഇപ്പോൾ സീനിയർ ക്ലർക്കൊക്കെയാണ് റിഡക്ഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ സീനിയർ ക്ലർക്കിൽ നിന്ന് ജൂനിയർ ക്ലർക്ക് പോസ്റ്റിലേക്ക് റിവേർട്ട് ചെയ്യുക. ജി പറയുന്ന കമ്പൽസറി റിട്ടയർമെൻറ്റ് കൊടുത്തു വിടുക. എച്ച് പറയുന്ന ഡിസ്മിസൽ ഫ്രം സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുക. ഇതാണ് റൂൾ 198 സബ് റൂൾ 1A മുതൽ എച്ച് വരെ പറയുന്നത്. അതിനുശേഷം സബ് റൂൾ 2 പറയുന്നത് നോ കൈൻഡ് ഓഫ് പണിഷ്മെൻറ്റ് ഷാൾ ബി അവാർഡഡ് ടു ആൻ എംപ്ലോയി അൺലസ് ഹി ഹാസ് ബീൻ ഇൻഫോംഡ് in writing of the ground on which it is proposed to take action against and he has been afforded an opportunity including a പേഴ്സണൽ ഹിയറിംഗ് ടു ഡിഫൻഡൻറ്റ് ഹിംസെൽഫ്. സബ് റൂൾ 2 പറയുന്നത് ഈ പറഞ്ഞ റൂൾ 198 അനുസരിച്ച് ഒരു തരത്തിലുള്ള ശിക്ഷണ നടപടികൾ എടുക്കരുത്. എങ്ങനെയെങ്കിൽ എന്നാണ് പറയുന്നത്. അതായത് അദ്ദേഹത്തിന് എഗനസ്റ്റായിട്ട് ചാർജ് ചെയ്തിട്ടുള്ള ഡിസിപ്ലിൻ ആക്ഷന് വിധേയമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് എഴുതി അറിയിച്ച് അദ്ദേഹത്തിന് പേഴ്സണൽ ഹിയറിങ്ങിന് വിളിച്ചു ചേർത്ത് അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കാതെ യാതൊരു വിധത്തിലുള്ള ശിക്ഷണ നടപടികളും ഈ പറഞ്ഞിരിക്കുന്ന റൂൾ 198 അനുസരിച്ച് ഈ എംപ്ലോയിക്ക് എഗനസ്റ്റായിട്ട് എടുക്കരുത്. അത് പറയുന്നതാണ് റൂൾ 198 സബ് റൂൾ 2. നോ കൈൻഡ് ഓഫ് പണിഷ്മെൻറ്റ്, ഒരു കൈൻഡ് ഓഫ് പണിഷ്മെൻറ്റ് ഷാൾ ബി അവാർഡ് ടു ആൻ എംപ്ലോയി അൺലസ് ഹി ഹാസ് ബി ഇൻഫോംഡ് ഇൻ റൈറ്റിംഗ്, എഴുതി തയ്യാറാക്കി അദ്ദേഹത്തിന് അറിയിക്കുകയും ഓഫ് ദി ഗ്രൗണ്ട് ഓൺ വിച്ച് ഇറ്റ് ഈസ് എ പ്രൊപ്പോസ് ടു ടേക്ക് ആക്ഷൻ അഗൻസ്റ്റ് ആൻഡ് ഹി ഹാസ് ബീൻ അഫോർഡഡ് ആൻ ഓപ്പർച്യൂണിറ്റി ഇൻക്ലൂഡിംഗ് പേഴ്സണൽ ഹിയറിംഗ് ടു ഡിഫൻഡൻറ്റ് ഹിംസെൽഫ്. അദ്ദേഹത്തിന് പറയാനുള്ളതും കൂടെ കേട്ട ശേഷം അല്ലാതെ യാതൊരു വിധത്തിലുള്ള പണിഷ്മെൻറ്റും അദ്ദേഹത്തിന് എഗനസ്റ്റായിട്ട് എടുക്കരുത് എന്നാണ് ഈ പറഞ്ഞ റൂൾ 198 സബ് റൂൾ 2 പ്രകാരം പറയുന്നത്. ഇനി സബ് റൂൾ 2A പറയുന്നത് നോക്കാം. സബ് റൂൾ 2A നോക്കാം. ദ കമ്മിറ്റി ഓഫ് എ സൊസൈറ്റി ഷാൾ കോൺസ്റ്റിറ്റ്യൂട്ട് എ ഡിസിപ്ലിനറി സബ് കമ്മിറ്റി കൺസിസ്റ്റിംഗ് ഓഫ് നോട്ട് മോർ ദാൻ 3 of its members of whom one shall be designated as chairman, but the president of the committee of the society shall not be a member in a disciplinary സബ് കമ്മിറ്റി. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഡിസിപ്ലിനറി ആക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇത് കമ്മിറ്റി ഓഫ് എ സൊസൈറ്റിക്ക് ഷാൾ കോൺസ്റ്റിറ്റ്യൂട്ട് ഒരു ഡിസിപ്ലിനറി സബ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കൺസിസ്റ്റിംഗ് ഓഫ്, അതിനകത്ത് എത്ര മെമ്പേഴ്സാണ്? നോട്ട് മോർ ദാൻ 3 of its members. അപ്പോൾ എത്ര അധികരിക്കാൻ പാടില്ല? നോട്ട് മോർ ദാൻ 3 of its members. 3 of its members എന്ന് പറഞ്ഞാൽ കമ്മിറ്റി മെമ്പേഴ്സിൽ 3 അധികരിക്കാത്ത മെമ്പേഴ്സിനെ വെച്ച് ഒരു ഡിസിപ്ലിനറി സബ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓഫ് ഹും, അതിൽ നിന്ന് വൺ ഷാൾ ബി ഡെസിഗ്നേറ്റഡ് ആസ്, അതിനകത്ത് ഒരാളെ ഡെസിഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ചെയർമാനായിട്ട്. ബട്ട് ഇമ്പോർട്ടൻ്റ് ആണ്, ബട്ട് ദി പ്രസിഡൻറ്റ് ഓഫ് ദി കമ്മിറ്റി ഓഫ് ദി സൊസൈറ്റി ഷാൾ നോട്ട് ബി എ മെമ്പർ ഇൻ ദി ഡിസിപ്ലിനറി സബ് കമ്മിറ്റി. ഈ പറഞ്ഞിരിക്കുന്ന ഡിസിപ്ലിനറി സബ് കമ്മിറ്റിയിൽ ഈ പറഞ്ഞിരിക്കുന്ന പ്രസിഡൻറ്റ് ഓഫ് ദി കമ്മിറ്റി ഓഫ് ദി സൊസൈറ്റിക്ക് എന്താകാൻ വേണ്ടി പറ്റില്ല? ഈ പറഞ്ഞിരിക്കുന്ന ഡിസിപ്ലിനറി സബ് കമ്മിറ്റിയിൽ മെമ്പർ ആകാൻ വേണ്ടി പറ്റില്ല. അതാണ് ഈ പറയുന്നത്. But the president of the committee of the society shall not be a member of the disciplinary subcommittee. Okay. 2B പറയുന്നത് the disciplinary subcommittee so constituted shall inquire into the charges against the employees either by themselves or by engaging an എക്സ്റ്റേണൽ ഏജൻസി. ഈ പറഞ്ഞ ഡിസിപ്ലിനറി സബ് കമ്മിറ്റിക്ക് ഈ പറഞ്ഞിരിക്കുന്ന എംപ്ലോയീസിന് എഗനസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ സ്വന്തം നിലയ്ക്ക് അന്വേഷിക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഡിസിപ്ലിനറി സബ് കമ്മിറ്റി ഏതെങ്കിലും തരത്തിലുള്ള എക്സ്റ്റേണൽ ഏജൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ വേണ്ടി പറ്റും എന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന റൂൾ 198 സബ് റൂള് 2B അനുസരിച്ച് പറയുന്നത്. Sub Rule 3. The authority competent to impose the various penalties on different categories of employees shall be as shown in the table below. അതായത് റൂൾ 198 ഡിസിപ്ലിൻ ആക്ഷൻസ് പ്രകാരം ഏതൊക്കെ അതോറിറ്റി, കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഏതൊക്കെ അതോറിറ്റിക്ക് ഏതൊക്കെ എംപ്ലോയീസിനെ അഗൈൻസ്റ്റായിട്ട് നടപടി എടുക്കാം എന്ന് കാണിക്കുന്ന ഒരു ടേബിളാണ്. നമുക്ക് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഫസ്റ്റിൽ പറയാൻ സീരിയൽ നമ്പർ, റാങ്ക് ഓഫ് എംപ്ലോയീസ്, അതോറിറ്റി കോമ്പിറ്റൻറ്റ് ടു ഇമ്പോസ് പെനാൽറ്റി, ആർക്കൊക്കെ പെനാൽറ്റി ഇമ്പോസ് ചെയ്യാൻ വേണ്ടി പറ്റും, ഏതൊക്കെ അതോറിറ്റി. അതിനകത്ത് നോക്കിയേ, പെനാൽറ്റീസ് അണ്ടർ A to C മാത്രമാണ്, A to C, D to H. അപ്പോൾ A to C നമുക്ക് ആദ്യമേ മനസ്സിലാക്കിയാൽ മാത്രം മതി, ബാക്കിയെല്ലാം D to H ആയിട്ട് നമുക്ക് പരിഗണിക്കുക. A to C ഏതൊക്കെയാണ്? സെൻഷർ, ഫൈൻ, വിത്ത് ഹോൾഡ് ഇൻക്രിമെൻറ്റ്സ് ക്യുമുലേറ്റീവ് അല്ലെങ്കിൽ നോൺ ക്യുമുലേറ്റീവ് എഫക്റ്റ്. അപ്പോൾ സെൻഷർ, ഫൈൻ, വിത്ത് ഹോൾഡ് ഇൻക്രിമെൻറ്റ്സ്, അങ്ങനെ തന്നെ ഇതിനകത്ത് നോക്കാം. സെൻഷർ, ഫൈൻ, വിത്ത് ഹോൾഡിംഗ്
ഇൻക്രിമെൻറ്റ്സ് കേട്ടോ. സെൻഷർ, ഫൈൻ, വിത്ത് ഹോൾഡിംഗ് ഇൻക്രിമെൻറ്റ്സ്. ബാക്കിയെല്ലാം എന്താണ് D2H ആണ്. നോക്കാം. ഇപ്പോൾ റാങ്ക് ഓഫ് എംപ്ലോയീസിൽ സെക്രട്ടറി, മാനേജർ ഓർ അതർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, സെക്രട്ടറി, മാനേജർ അല്ലെങ്കിൽ അതർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. അതുപോലെ തന്നെ ഓൾ എംപ്ലോയീസ് ഹോൾഡിംഗ് പോസ്റ്റ് ഹയർ ദാൻ ദാറ്റ് ഓഫ് സീനിയർ ക്ലർക്ക്, സീനിയർ അസിസ്റ്റൻറ്റ്, ഇക്വലൻ്റ് അതർ എംപ്ലോയീസ് വിത്ത് സെയിം ഓർ ഐഡൻറ്റിറ്റിക്കൽ സ്കെയിൽ ഓഫ് പേ. അതായത് ഹോൾഡിംഗ് പോസ്റ്റ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ഏതിൻ്റെ മുകളിലുള്ള പോസ്റ്റ്? ഹയർ ദാൻ ദാറ്റ് ഓഫ് സീനിയർ ക്ലർക്ക്, സീനിയർ അസിസ്റ്റൻറ്റ്, എക്വലൻ്റ് അതർ എംപ്ലോയീസ്. സീനിയർ ക്ലർക്ക് അല്ലെങ്കിൽ സീനിയർ അസിസ്റ്റൻറ്റ് മുകളിലുള്ള പോസ്റ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. എന്താണ്? ഹയർ ദാൻ ദാറ്റ് ഓഫ് സീനിയർ ക്ലർക്ക്, സീനിയർ അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഇക്വലൻ്റ് അതർ എംപ്ലോയീസ് വിത്ത് സെയിം ഓർ ഐഡൻറ്റിറ്റിക്കൽ സ്കെയിൽ ഓഫ് പേ. ഈ സീനിയർ ക്ലർക്ക് അല്ലെങ്കിൽ സീനിയർ അസിസ്റ്റൻറ്റ് ഇക്വലൻ്റ് ആയിട്ടുള്ള അതർ എംപ്ലോയീസ് വിത്ത് സെയിം ഓർ ഐഡൻറ്റിറ്റിക്കൽ സ്കെയിൽ ഓഫ് പേയുടെ മുകളിലുള്ള. അപ്പോൾ ആരും ഉൾപ്പെടില്ല? സീനിയർ ക്ലർക്കും ഉൾപ്പെടില്ല, സീനിയർ അസിസ്റ്റൻറ്റും ഉൾപ്പെടില്ല, അതുപോലെ തന്നെ അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള പോസ്റ്റുള്ളവർ ഉൾപ്പെടില്ല. അപ്പോൾ അതിന് മുകളിലുള്ള എന്തായിരിക്കും? ഈ പറഞ്ഞ സീനിയർ ക്ലർക്ക്, സീനിയർ അസിസ്റ്റൻറ്റ് മുകളിലുള്ള പോസ്റ്റുള്ളവരായിരിക്കും പറയുന്നത്. അതിന് മുകളിലുള്ള പോസ്റ്റ് ഈ പറഞ്ഞ സെക്രട്ടറി, മാനേജറും അതേപോലെ അതർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും അതേപോലെ തന്നെ ഇൻറ്റേർണൽ ഓഡിറ്ററും ബ്രാഞ്ച് മാനേജറും പറഞ്ഞ എന്താണ് അസിസ്റ്റൻറ്റ് സെക്രട്ടറിയൊക്കെ ഉൾപ്പെടില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലുള്ളതെന്ന് നമുക്ക് പരിഗണിച്ചാൽ മതി. ഏതാ? സീനിയർ ക്ലർക്കിനും സീനിയർ അസിസ്റ്റൻറ്റും ഇക്വലൻ്റ് പോസ്റ്റ് അതർ എംപ്ലോയീസ് വിത്ത് സെയിം ഓർ ഐഡൻറ്റിറ്റിക്കൽ സ്കെയിൽ ഓഫ് പേ. അതിവിടെ പറയേണ്ട എംപ്ലോയീസ് ഹോൾഡിംഗ് പോസ്റ്റ് ഹയർ ദാൻ ദാറ്റ് ഓഫ്. ക്ലിയർ ആയോ? അവരുടെ ഈ പറഞ്ഞിരിക്കുന്ന പെനാൽറ്റീസ് A to C ചെയ്യുന്നത് ആരാണ്? സെൻഷർ, ഫൈൻ, വിത്ത് ഹോൾഡിംഗ് ഇൻക്രിമെൻറ്റ് ചെയ്യാനുള്ള അധികാരി, അതോറിറ്റി ആരാണ്? പ്രസിഡൻറ്റ് അല്ലെങ്കിൽ ചെയർമാൻ വരും. പ്രസിഡൻറ്റ് അല്ലെങ്കിൽ ചെയർമാൻ. അടുത്തത് D2H. D2H ചെയ്യുന്നത്. D2H ഏതാണ്? ഈ പറഞ്ഞിരിക്കുന്നത് സെൻഷർ, ഫൈൻ, വിത്ത് ഹോൾഡിംഗ് ഇൻക്രിമെൻറ്റ്സ് കഴിഞ്ഞ ശേഷം വിത്ത് ഹോൾഡിംഗ് പ്രൊമോഷൻ. പിന്നെ എന്താണ് പറയുന്നത്? റിക്കവറി ഫ്രം പേ, റിഡക്ഷൻ ടു എ ലോവർ റാങ്ക്, പിന്നെ എന്താണ്? കമ്പൽസറി റിട്ടയർമെൻറ്റ്, ഡിസ്മിസൽ ഫ്രം സർവീസസ്. അപ്പോൾ സെൻഷറും ഫൈനും വിത്ത് ഹോൾഡിംഗ് ഇൻക്രിമെൻറ്റ്സും കഴിഞ്ഞ ശേഷമുള്ള അത് പെനാൽറ്റി ചെയ്യുന്ന ആരാണ്? ഇവരുടെ എല്ലാം ഈ പറഞ്ഞ സെക്രട്ടറി, മാനേജർ, അതർ ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ ചെയ്യുന്നത് പ്രസിഡൻറ്റ് ഓർ ചെയർമാൻ. അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഏതാണ്? സബ് കമ്മിറ്റി അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. സബ് കമ്മിറ്റി അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? സെൻഷർ, ഫൈൻ, വിത്ത് ഹോൾഡിംഗ് ഇൻക്രിമെൻ്റ് ആണെങ്കിൽ ആര് ചെയ്യും? പ്രസിഡൻറ്റ് ഓർ ചെയർമാൻ ചെയ്യും. ഈ പറഞ്ഞ സെക്രട്ടറി, മാനേജർ ഓർ അതർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആൻഡ് all employees holding post higher than that of senior clerk, senior assistant, equivalent other employees with the same or identical scale of pay. അത് കഴിഞ്ഞ ശേഷം സെൻഷറും ഫൈനും വിത്ത് ഹോൾഡിംഗ് ഇൻക്രിമെൻറ്റ്സ് കഴിഞ്ഞ ശേഷം എന്താണ്? വിത്ത് ഹോൾഡിംഗ് പ്രൊമോഷൻ, അതേപോലെ തന്നെ റിക്കവറി ഫ്രം പേ, റിഡക്ഷൻ ടു എ ലോവർ റാങ്ക്, കമ്പൽസറി റിട്ടയർമെൻറ്റ്, ഡിസ്മിസൽ ഫ്രം സർവീസ് ചെയ്യുന്ന ആരാണ്? ഈ പറഞ്ഞിരിക്കുന്ന സബ് കമ്മിറ്റി അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്. ഇതിനകത്തൊരു ചെറിയൊരു ചേഞ്ചസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് സബ് കമ്മിറ്റി അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ വേറെ രീതിയിൽ എടുക്കാൻ വേണ്ടി പറ്റും. ഏതാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ മാനേജിങ് കമ്മിറ്റി എന്ന് എടുത്താൽ മതി. പക്ഷേ സബ് കമ്മിറ്റി നോട്ട് മോർ ദാൻ 3 മെമ്പേഴ്സിന് ഒരു കാരണവശാലും ഈ പറഞ്ഞിരിക്കുന്ന എംപ്ലോയി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസിപ്ലിനറി ആക്ഷൻസ് എടുക്കാൻ വേണ്ടി പറ്റില്ല. പകരം എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ എംപ്ലോയിക്ക് എഗനസ്റ്റ് ആയിട്ടുള്ള ഡിസിപ്ലിനറി ആക്ഷൻസ് അന്വേഷിച്ച് അതിൻ്റെ റിപ്പോർട്ട് ഈ പറഞ്ഞിരിക്കുന്ന മാനേജിങ് കമ്മിറ്റിയുടെ മുമ്പാകെ അല്ലെങ്കിൽ ബോർഡ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ മുമ്പാകെ വെക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഏതാണ്? ഒരു കോടതി ഉത്തരവാണ്. എന്നാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി ഒന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ നിയമത്തിൽ മാറിയിട്ടില്ല. സബ് കമ്മിറ്റിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന കോടതി ഉത്തരവ് പ്രകാരം പറയുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന എംപ്ലോയിക്ക് എഗനസ്റ്റ് ആയിട്ടുള്ള എന്താണ് ഡിസിപ്ലിൻ ആക്ഷൻസ് എടുക്കാൻ വേണ്ടി പറ്റില്ല. പകരം എന്താണ്? അന്വേഷണ റിപ്പോർട്ടൊക്കെ അന്വേഷണ റിപ്പോർട്ട് എന്താണ്? മാനേജിങ് കമ്മിറ്റിയിൽ വെക്കാൻ വേണ്ടി പറ്റും. പകരം പറയുന്നത് എല്ലാ തരത്തിലുള്ള ശിക്ഷണ നടപടികൾ ഏതാണ്? ഈ പറഞ്ഞിട്ട് എല്ലാ തരത്തിലും മീൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന സീരിയസ് ആയിട്ടുള്ള ശിക്ഷണ നടപടികൾ എടുക്കാനുള്ള അധികാരം ആർക്കാണ്? ഈ പറഞ്ഞിരിക്കുന്ന മാനേജിങ് കമ്മിറ്റിക്കാണെന്നാണ് പറയുന്നത്. ഇനി സീരിയൽ നമ്പർ 2 നോക്കാം. ഓൾ അതർ എംപ്ലോയീസ് ദാറ്റ് മീൻസ് സീനിയർ ക്ലർക്കും സീനിയർ അസിസ്റ്റൻറ്റും ഇക്വലൻ്റ് അതർ എംപ്ലോയീസ് വിത്ത് സെയിം ഓർ ഐഡൻറ്റിറ്റിക്കൽ സ്കെയിൽ ഓഫ് പേ ആ ഒരു പോസ്റ്റിലുള്ളവരും അതിൻ്റെ താഴെയുള്ളവരും. കാരണം ഇത് ഇതിൻ്റെ മുകളിലുള്ളവരാണല്ലോ ഈ പറഞ്ഞിരിക്കുന്ന എന്താണ്? A to Cയും D2H ആയിട്ട് ബന്ധപ്പെട്ട പ്രസിഡന്റ്, ചെയർമാനും അതുപോലെ D2H ആയിട്ട് ബന്ധപ്പെട്ട സബ് കമ്മിറ്റി, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന പെനാൽറ്റീസ് ഇമ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ സീനിയർ ക്ലർക്കിൻ്റെ പോസ്റ്റിന് മുകളിലുള്ളവരാണ്. ഹോൾഡിംഗ് പോസ്റ്റ് ഹയർ ദാൻ ദാറ്റ് ഓഫ് സീനിയർ ക്ലർക്ക്, സീനിയർ അസിസ്റ്റൻറ്റ്, ഇക്വലൻ്റ്. അപ്പോൾ ഈ സീനിയർ ക്ലർക്ക്, സീനിയർ അസിസ്റ്റൻറ്റ്, ഇക്വലൻ്റ്
ഇക്വലൻ്റ് അതർ എംപ്ലോയീസ് വിത്ത് സെയിം ഓർ ഐഡൻറ്റിറ്റിക്ക് സ്കെയിൽ ഓഫ് പേ ആ ഒരു പോസ്റ്റിലുള്ളവരും അതേപോലെ തന്നെ അതിൻ്റെ താഴെയുള്ളവരാണ് ഈ പറഞ്ഞിരിക്കുന്ന ഓൾ അതർ എംപ്ലോയീസിൽ ഉൾപ്പെടുന്നത്. അവരുടെ ഈ പറഞ്ഞിരിക്കുന്ന സെൻഷർ ഫൈൻ വിത്ത് ഹോൾഡ് ഇൻക്രിമെൻറ്റ് ചെയ്യുന്ന ആരാണ് ഈ പറഞ്ഞിരിക്കുന്ന സെക്രട്ടറി, മാനേജർ, അതർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. ഇപ്പോൾ സെൻഷർ ഫൈൻ വിത്ത് ഹോൾഡ് ഇൻക്രിമെൻറ്റ്. അതിനുശേഷം D2H ചെയ്യുന്നത് ആരാണ് ഈ പറഞ്ഞിരിക്കുന്ന പ്രസിഡൻ്റാണ്. സെൻഷർ ഫൈൻ വിത്ത് ഹോൾഡ് ഇൻക്രിമെൻറ്റ്സ് ആര് ചെയ്യും? ഈ പറഞ്ഞിരിക്കുന്ന സീനിയർ ക്ലർക്ക്, സീനിയർ അസിസ്റ്റൻറ്റും ഈ പറഞ്ഞിരിക്കുന്ന ആ ഒരു പോസ്റ്റും അതിൻ്റെ താഴെയുള്ളവരുടെ ഈ പറഞ്ഞ സെക്രട്ടറി, മാനേജർ ഓർ അതർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ചെയ്യും. D2H ചെയ്യുന്നത്, D2H ചെയ്യുന്ന ആരാണ്? ഈ പ്രസിഡൻ്റാണ് ചെയ്യുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട അപ്പീൽ കൊടുക്കാൻ വേണ്ടി പറ്റും. എത്ര നാളിനുള്ളിൽ? വിത്തിൻ 3 monthsനുള്ളിൽ ഈ പറഞ്ഞിരിക്കുന്ന കോമ്പറ്റൻ്റ് അതോറിറ്റി പെനാൽറ്റി ഇമ്പോസ് ചെയ്ത അന്ന് മുതൽ 3 monthsനുള്ളിൽ ഈ പറഞ്ഞിരിക്കുന്ന ബന്ധപ്പെട്ട ആർക്ക് അഗൈൻസ്റ്റാണോ ഈ പെനാൽറ്റി കിട്ടിയ അവർക്ക് എന്താണ് അപ്പീൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ അപ്പീൽ സമർപ്പിക്കാൻ വേണ്ടി പറ്റും. അപ്പീൽ കൊടുക്കാം. അതിൽ നിന്നൊക്കെ എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന സീരിയസ് ആയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടില്ല എന്നോ അല്ലെങ്കിൽ അതനുസരിച്ച് എന്നെ ഈ ശിക്ഷണ നടപടികളിൽ നിന്നൊക്കെ ഒഴിവാക്കി തരണം എന്നും പറഞ്ഞുകൊണ്ട് ഒരു അപ്പീൽ കൊടുക്കാൻ വേണ്ടി പറ്റും. അതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന സെക്രട്ടറി, മാനേജർ ഓർ അതർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആൻഡ് ഓൾ എംപ്ലോയീസ് ഹോൾഡിംഗ് പോസ്റ്റ് ഹയർ ദാൻ ദാറ്റ് ഓഫ് സീനിയർ ക്ലർക്ക്, സീനിയർ അസിസ്റ്റന്റ്, ഇക്വലൻ്റ് ഓർ അതർ എംപ്ലോയീസ് വിത്ത് സെയിം ഓർ ഐഡൻറ്റിറ്റിക്ക് സ്കെയിൽ ഓഫ് പേ ആയിട്ട് ബന്ധപ്പെട്ട ഈ പ്രസിഡൻറ്റ് ഓർ ചെയർമാൻ ചെയ്തിരിക്കുന്ന A2Cക്ക് അഗൈൻസ്റ്റ് എവിടെ പോകാൻ വേണ്ടി പറ്റും? ഈ പറഞ്ഞിരിക്കുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ബോർഡ് ഓഫ് മാനേജ്മെൻറ്റിൽ പോകാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ D2H ആണെങ്കിൽ സെയിം തന്നെയാണ്. ഈ പറഞ്ഞിരിക്കുന്ന ബോർഡിൻ്റെ അടുത്താണ് ബോർഡ് ഓഫ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്നൊക്കെ പറയും. ബോർഡ് ഓഫ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അടുത്ത് എന്താണ് അപ്പീലിന് വേണ്ടി പോകാൻ വേണ്ടി പറ്റും. പിന്നെ ഓൾ അതർ എംപ്ലോയീസ് ഈ പറഞ്ഞ സെക്രട്ടറി, മാനേജർ ഓർ അതർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഇമ്പോസ് ചെയ്ത പെനാൽറ്റി ആണെങ്കിൽ ആരുടെ അടുത്ത് അപ്പീലിന് പോകാൻ വേണ്ടി പറ്റും? പ്രസിഡൻറ്റിൻ്റെ അടുത്ത് പോകാൻ വേണ്ടി പറ്റും. പ്രസിഡൻ്റ് എടുത്തിട്ടുള്ള D2Hന് അഗൈൻസ്റ്റ് ആയിട്ട് എവിടെയാണ് ഈ പറഞ്ഞിരിക്കുന്ന ബോർഡ് ഓഫ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മാനേജിങ് കമ്മിറ്റിയിലാണ് പോകാൻ വേണ്ടി പറ്റുന്നത്. ബോർഡ് ഓഫ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മാനേജിങ് കമ്മിറ്റി. ഇനി അപ്പീലുമായിട്ട് ബന്ധപ്പെട്ട് ഇതേപോലെ തന്നെ ഒരു ടേബിൾ പറയുന്നുണ്ട്, അത് നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത സബ് റൂൾ 4, appeal shall lie against every order imposing a penalty to the competent appellate authority shown in the table below. റൂൾ 198 സബ് റൂൾ 3 പ്രകാരം നമ്മൾ നോക്കിയത് എന്തായിരുന്നു? ഈ പറഞ്ഞ ഡിസിപ്ലിനറി ആക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ് ഡിഫറെൻറ്റ് കാറ്റഗറിയിലുള്ള എംപ്ലോയീസിന് ആരൊക്കെയാണ്, ഏതൊക്കെ അതോറിറ്റിയാണ് ഈ പറഞ്ഞിരിക്കുന്ന ഈ പെനാൽറ്റി ഇമ്പോസ് ചെയ്യുന്നതാണെങ്കിൽ ഇവിടെ പറയുന്നത് അങ്ങനെ ഇമ്പോസ് ചെയ്യുന്ന പെനാൽറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെയാണ് കോമ്പറ്റൻ്റ് അപ്പലേറ്റ് അതോറിറ്റി ഏതൊക്കെയാണെന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അത് ഒരു ടേബിളായിട്ട് തന്നെ നോക്കാം. നമ്മൾ സബ് റൂൾ 3 ആ ടേബിൾ നോക്കിയതുപോലെ തന്നെ അവിടെ ഇമ്പോസിങ് പെനാൽറ്റി ആണെങ്കിൽ ഇവിടെ എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന അതോറിറ്റി ടു ഡിസ്പോസ് അപ്പീൽ അഗൈൻസ്റ്റ് പെനാൽറ്റീസ് ആണ്. നമുക്ക് നോക്കാം, ടേബിൾ നോക്കാം. സീരിയൽ നമ്പർ, റാങ്ക് ഓഫ് അപ്പലൻറ്റ് ഈ പറഞ്ഞിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കാറ്റഗറി സെക്രട്ടറി, മാനേജർ ഓർ അതർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആൻഡ് ഓൾ എംപ്ലോയീസ് ഹോൾഡിംഗ് പോസ്റ്റ് ഹയർ ദാൻ ദാറ്റ് ഓഫ് സീനിയർ ക്ലർക്ക്, സീനിയർ അസിസ്റ്റൻറ്റ്, ഇക്വലൻ്റ് അതർ എംപ്ലോയീസ് വിത്ത് സെയിം ഓർ ഐഡൻറ്റിറ്റിക്കൽ സ്കെയിൽ. അതായത് സീനിയർ ക്ലർക്കും സീനിയർ അസിസ്റ്റൻറ്റിനും മുകളിലുള്ള പോസ്റ്റുള്ള ആ ഒരു ഡെസിഗ്നേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഈ പറഞ്ഞിരിക്കുന്ന പെനാൽറ്റി ഇമ്പോസ് ചെയ്തിട്ടുള്ള A2C ആരായിരുന്നു? ഈ പറഞ്ഞിരിക്കുന്ന പ്രസിഡൻ്റ് ആണെങ്കിൽ അതിന് അഗൈൻസ്റ്റ് ആയിട്ടുള്ള ഏതാണ് ഈ പറഞ്ഞിരിക്കുന്ന അപ്പലേറ്റ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഓർ മാനേജിങ് കമ്മിറ്റിയാണ്. അവിടെ D2H ചെയ്യുന്നത് ആരായിരുന്നു? സബ് കമ്മിറ്റി അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആണെങ്കിൽ അതിന് അഗൈൻസ്റ്റ് ആയിട്ട് ഇവിടെ ഈ പെനാൽറ്റീസ് അണ്ടർ ബോർഡ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. പെനാൽറ്റീസ് അണ്ടർ ബോർഡ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. അതേപോലെ തന്നെ സീനിയർ ക്ലർക്ക്, സീനിയർ അസിസ്റ്റൻറ്റ് അവരും അതിൻ്റെ താഴെ പോസ്റ്റിലുള്ളവരും ഓൾ അതർ എംപ്ലോയീസ്, ദാറ്റ് മീൻസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് പോസ്റ്റ് ആകുമ്പോൾ ആ സീനിയർ ക്ലർക്ക്, സീനിയർ അസിസ്റ്റൻറ്റ്, ഇക്വലൻ്റ് അതർ എംപ്ലോയീസ് വിത്ത് സെയിം ഓർ ഐഡൻറ്റിറ്റിക്കൽ സ്കെയിൽ ഓഫ് ചെയ്യും അതിൻ്റെ താഴെയൊക്കെ വരുന്നവരായിട്ടുള്ളത് ഈ പറഞ്ഞിരിക്കുന്ന എന്താണ് A2C സെൻട്രൽ ഫൈൻ വിത്ത് ഹോൾഡിംഗ് ഇൻക്രിമെൻറ്റ് ചെയ്യുന്ന ആരാണ്? ഈ പറഞ്ഞിരിക്കുന്ന സെക്രട്ടറി, മാനേജർ ഓർ അതർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണെങ്കിൽ അതിന് അഗൈൻസ്റ്റ് ആയിട്ട് അപ്പീൽ കൊടുക്കുന്ന എവിടെയാണ്? ഈ പറഞ്ഞിരിക്കുന്ന പ്രസിഡൻറ്റിൻ്റെ അടുത്താണ്. അതേപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന സീനിയർ ക്ലർക്ക്, സീനിയർ അസിസ്റ്റൻറ്റ്, ഇക്വലൻ്റ് പോസ്റ്റും അതിൻ്റെ താഴെയുള്ള എംപ്ലോയീസിൻ്റെ D2H ചെയ്യുന്നത് അവിടെ ഈ പറഞ്ഞിരിക്കുന്ന ആരാണ്? പ്രസിഡൻ്റ് ആണെങ്കിൽ അതിന് അഗൈൻസ്റ്റ് ആയിട്ട് അപ്പീൽ കൊടുക്കുന്ന എവിടെയാണ്? ഈ പറഞ്ഞിരിക്കുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അല്ലെങ്കിൽ ബോർഡ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ അടുത്താണ്. കറക്റ്റായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന നോട്ട് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് ഈ ക്ലാസ് കണ്ട് ഈ ക്ലാസ്സിൽ പറയുന്ന കാര്യം അണ്ടർലൈൻ ചെയ്ത് വായിച്ച് മനസ്സിലാക്കി ഈസി ആയിട്ട് നിങ്ങൾക്കത് കിട്ടും. ഓക്കെ, അടുത്ത സബ് റൂൾ 5, നോ അപ്പീൽ ഷാൽ ബി എൻ്റർടൈൻഡ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് പ്രിഫേർഡ് വിത്തിൻ എ പീരീഡ് ഓഫ് 3 months ഫ്രം ദി ഡേറ്റ് ഓഫ് ദി ഓർഡർ ഓഫ് ഇമ്പോസിംഗ് പെനാൽറ്റി.
പെനാൽറ്റി ഇമ്പോസ് ചെയ്ത് വിത്തിൻ എ പീരീഡ് ഓഫ് 3 monthsനുള്ളിൽ അപ്പീൽ കൊടുത്തില്ലെങ്കിൽ അതിനുശേഷമുള്ള അപ്പീൽ എന്താണ് സ്വീകരിക്കില്ല എന്നാണ് ഈ പറഞ്ഞ സബ് റൂൾ 5 പ്രകാരം പറയുന്നത്. നോ അപ്പീൽ ഷാൾ ബി എൻ്റർടൈൻഡ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് പ്രിഫേർഡ് വിത്തിൻ എ പീരീഡ് ഓഫ് 3 months ഫ്രം ദി ഡേറ്റ് ഓഫ് ദി ഓർഡർ ഓഫ് ഇമ്പോസിംഗ് ദി പെനാൽറ്റി. അടുത്ത സബ് റൂൾ 6, an authority competent to appoint an employee may suspend him pending enquiry into serious charge against such employee. റൂൾ 198 സബ് റൂൾ 6 പ്രകാരം പറയുന്നത് ഈ എംപ്ലോയീനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള കോമ്പറ്റൻറ്റ് അതോറിറ്റി, ദാറ്റ് മീൻസ് മാനേജിംഗ് കമ്മിറ്റിക്ക് റൂൾ 198 ഡിസിപ്ലിൻ ആക്ഷൻസ് പ്രകാരം അദ്ദേഹത്തിന് എഗനസ്റ്റ് ആയിട്ടുള്ള ഒരു സീരിയസ് ആയിട്ടുള്ള എൻക്വയറി ചാർജസ് ഒക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടി പറ്റും. തൽസ്ഥാനത്ത് താൽക്കാലികമായിട്ട് നീക്കം ചെയ്യാം, എങ്ങനെയാണ് സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. അതോറിറ്റി കോമ്പറ്റന്റ് അപ്പോയിൻ്റ് ആൻ എംപ്ലോയി മേ സസ്പെൻഡ് ഹിം പെൻഡ് എൻക്വയറി ഇൻ ടു സീരിയസ് ചാർജ് അഗൻസ്റ്റ് സച്ച് എംപ്ലോയി. അതിനുശേഷം പറയുന്നു നോ എംപ്ലോയി ഷാൾ ഹൗ അവർ ബി കെപ്റ്റ് അണ്ടർ സസ്പെൻഷൻ ഫോർ എ പീരീഡ് എക്സീഡിങ് 6 months അറ്റ് എ ടൈം. അറ്റ് എ ടൈമിൽ അദ്ദേഹത്തിന് 6 മാസത്തിൽ അധികരിച്ച് സസ്പെൻഷനിൽ നിർത്തരുത് എന്നാണ് പറയുന്നത്. അതിനുശേഷം പറയുന്നുണ്ട് ഇൻ നോ കേസ്, ഒരു കേസിലും ആൻ എംപ്ലോയി ഷാൾ ബി കെപ്റ്റ് അണ്ടർ സസ്പെൻഷൻ ഫോർ എ കണ്ടിന്യൂസ് പീരീഡ് എക്സീഡിങ് 1 year വിത്ത് എ പ്രയർ അപ്രൂവൽ ഓഫ് ദി രജിസ്ട്രാർ. ഈ പറഞ്ഞിരിക്കുന്ന രജിസ്ട്രാറിൻ്റെ പ്രയർ അപ്രൂവൽ കൂടാതെ, അതാണ് പറയുന്നത് ഇൻ നോ കേസ്, ഒരു കേസിലും ഒരു എംപ്ലോയിനെ ഷാൾ ബി കെപ്റ്റ് അണ്ടർ സസ്പെൻഷൻ ഫോർ എ കണ്ടിന്യൂസ് പീരീഡ് ഓഫ് എക്സീഡിങ് 1 year. 1 year അധികരിച്ച് ഒരു കേസിലും ഈ പറഞ്ഞിരിക്കുന്ന എംപ്ലോയീനെ സസ്പെൻഷനിൽ നിർത്തരുത്. ഏത് അപ്രൂവൽ കൂടാതെ? ഈ പറഞ്ഞിരിക്കുന്ന രജിസ്ട്രാറിൻ്റെ പ്രയർ അപ്രൂവൽ കൂടാതെ എന്നാണ് പറയുന്നത്. ഇൻ നോ കേസ് an employee shall be kept under suspension for a continuous period of exceeding 1 year with a prior approval of the registrar. അപ്പോൾ ഒരു എംപ്ലോയീനെ കണ്ടിന്യൂസ് പീരീഡ് 1 year അധികരിച്ച് സസ്പെൻഷനിൽ നിർത്തണമെങ്കിൽ ആരുടെ അപ്രൂവൽ വേണം? ഈ പറഞ്ഞിരിക്കുന്ന രജിസ്ട്രാറുടെ അപ്രൂവൽ വേണം എന്നാണ് പറയുന്നത്. അതിനുശേഷം പറയുന്നത് നോക്കാം. ആൻ എംപ്ലോയി അണ്ടർ സസ്പെൻഷൻ ഇരിക്കുന്ന എംപ്ലോയിക്ക് ഷാൾ ബി എൻറ്റൈറ്റിൽഡ് ടു സബ്സിസ്റ്റൻസ് ഉപജീവന അലവൻസ് എന്നാണ്. സബ്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഉപജീവനം, അലവൻസ് കൊടുക്കണം. പേബിൾ അണ്ടർ ദി കേരള പേയ്മെൻറ്റ് സബ്സിസ്റ്റൻസ് അലവൻസ് ആക്ട് 1972. കേരള പേയ്മെൻറ്റ് സബ്സിസ്റ്റൻസ് അലവൻസ് ആക്ട് 1972 അനുസരിച്ചുള്ള സബ്സിസ്റ്റൻസ് അലവൻസ് കൊടുക്കണം. ആർക്ക്? ഈ പറഞ്ഞിരിക്കുന്ന സസ്പെൻഷനിൽ നിർത്തുന്ന എംപ്ലോയിക്ക് എന്നാണ് പറയുന്നത്. ഓക്കെ, സബ് റൂൾ 7 നോക്കാം. ഇൻ ദി ഇവൻറ്റ് ഓഫ് എനി പെൻഡൻസി ഓഫ് ഡിസിപ്ലിനറി പ്രൊസീഡിംഗ്സ് അഗൈൻസ്റ്റ് എനി എംപ്ലോയി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഓർ എനി കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ പേഴ്സുവൻറ്റ് ടു എനി ചാർജ് ഗ്രേവ് മിസ്കണ്ടക്ട്, ഇറഗുലാരിറ്റി, കറപ്ഷൻസ് ഓർ അതർ ചാർജസ് ഇൻവോൾവിംഗ് മോറൽ ടർപ്പിറ്റ്യൂഡ് നോ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് ഷാൾ ബി സാങ്ഷൻഡ്. റൂൾ 198 പ്രകാരം പറയുന്നത് ഏതെങ്കിലും എംപ്ലോയീസിന് എഗനസ്റ്റ് ആയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഡിസിപ്ലിനറി ആക്ഷൻസ് പ്രൊസീഡിങ്സ് നിലനിൽക്കുന്നുണ്ട്, ഏതെങ്കിലും തരത്തിലുള്ള ഏതാണ് പറഞ്ഞിരിക്കുന്ന മിസ്കണ്ടക്റ്റോ ഇറഗുലാരിറ്റിയോ കറപ്ഷനോ ഓർ അതർ ചാർജസുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു സമയത്താണ് അതിൻ്റെ ഒരു പറഞ്ഞിരിക്കുന്ന ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്ന സർവീസിൽ നിന്നും റിട്ടയർ ചെയ്ത് പോകുന്നതെങ്കിൽ ഈ പറഞ്ഞ ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ എന്താണ് നോ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് അദ്ദേഹത്തിന് സാങ്ഷൻ ചെയ്യുക. നോ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് ഷാൾ ബി സാങ്ഷൻഡ് എന്നാണ് ഈ പറഞ്ഞ റൂൾ 198 സബ് റൂൾ 7 പ്രകാരം പറയുന്നത്. ഓക്കെ, ഇനി സബ് റൂൾ 8 നോക്കാം. അടുത്ത സബ് റൂൾ 8 നോക്കാം. സബ് റൂൾ 8 ഇൻ റെസ്പെക്ട് ഓഫ് ഓൾ എംപ്ലോയീസ് സേവ് ദി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് എ സൊസൈറ്റി. സേവ് ദി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് എ സൊസൈറ്റി മീൻസ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഒഴിച്ച് നോ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് ഷാൾ ബി സാങ്ഷൻഡ് ആൻഡ് ഡിസ്പേഴ്സ്ഡ് until after the due issuance of non-liability certificate by the chief executive officer and approval of the same by the committee of within 30 days ഫ്രം ദി ഡേറ്റ് ഓഫ് ദി റിട്ടയർമെൻറ്റ് ഓഫ് സച്ച് എംപ്ലോയി. ഈ പറഞ്ഞിരിക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന എംപ്ലോയി ആയിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഡ്യൂസൊക്കെ ഉണ്ട്, ആ ഡ്യൂസ് സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ട് ഡ്യൂസൊക്കെ ഉണ്ട്, ഡ്യൂസൊക്കെ അടച്ച ശേഷം എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് ആര് കൊടുക്കണം? നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് ബൈ ദി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കൊടുത്ത് അതിന് അപ്രൂവ് ചെയ്യണം. ആ അപ്രൂവൽ ഓഫ് ദി കമ്മിറ്റി ഓഫ് ദി സൊസൈറ്റി. എത്ര നാളിനുള്ളിൽ? വിത്തിൻ 30 days ഫ്രം ദി റിട്ടയർമെൻറ്റ് ഓഫ് സച്ച് എംപ്ലോയി. ആ എംപ്ലോയി റിട്ടയർ ചെയ്ത് 30 daysനുള്ളിൽ എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? ഈ പറഞ്ഞ ഇഷ്യൂവൻസ് ബൈ ദി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആൻഡ് അപ്രൂവ് ബൈ ദി പറഞ്ഞിരിക്കുന്ന മാനേജിംഗ് കമ്മിറ്റി അപ്രൂവ് ചെയ്താൽ മാത്രമാണ് അദ്ദേഹത്തിന് ഈ പറഞ്ഞിരിക്കുന്ന റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ എന്നാണ് പറയുന്നത് ഈ പറഞ്ഞ റൂൾ 198 സബ് റൂൾ 8 പ്രകാരം. അതിനുശേഷം ഇൻ ദി ഇവൻറ്റ് ഓഫ് ദി റിട്ടയർമെൻറ്റ് ഓഫ് ദി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് റിട്ടയർ ചെയ്യുന്നതെങ്കിൽ നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് ഷാൾ ബി ഇഷ്യൂഡ് ബൈ ദി കമ്മിറ്റി ഓഫ് ദി സൊസൈറ്റി. നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് ആരാണ് ഇഷ്യൂ ചെയ്യേണ്ടത്? കമ്മിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ഇത്രയും കാര്യങ്ങളാണ് റൂൾ 198 പ്രകാരം നമുക്ക് നോക്കാനുള്ളത്. നമുക്ക് അടുത്ത റൂൾ ജസ്റ്റ് നോക്കാം.
അടുത്ത റൂളാണ് റൂൾ 199, ട്രാവലിംഗ് അലവൻസ് ആൻഡ് അതർ അലവൻസ് നോക്കാം. ഇൻ റെസ്പെക്ട് ഓഫ് ട്രാവലിംഗ് അലവൻസ് ആൻഡ് ഓൾ അതർ അലവൻസസ് അതർ ദാൻ ഡിയർനെസ് അലവൻസ്, ഡിയർനെസ് അലവൻസ് അല്ലാതെ ഈ പറഞ്ഞ ട്രാവലിംഗ് അലവൻസും ആൻഡ് ഓൾ അതർ അലവൻസസും ടു ദി എംപ്ലോയീസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതിൻ്റെ പ്രൊവിഷൻസിൻ്റെ ബേസിലാണ്? പ്രൊവിഷൻസ് ഓഫ് ദി കേരള സർവീസ് റൂൾസ് ഷാൾ ബി അപ്ലൈ. ഈ കേരള സർവീസ് റൂൾസ് ഏതിനും കൂടെ ബാധകമാണ് ഈ പറഞ്ഞിരിക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എംപ്ലോയിയായിട്ട് ബന്ധപ്പെട്ട ലീവ് റൂൾസ്, കേരള സർവീസ് റൂൾസ് എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. നോക്കാം. ഇൻ റെസ്പെക്ട് ഓഫ് ട്രാവൽ അലവൻസ് ആൻഡ് ഓൾ അതർ അലവൻസ് അതർ ദാൻ ഡിയർനെസ് അലവൻസ് ഒഴിച്ച് ടു ദി എംപ്ലോയീസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രൊവിഷൻസ് ഓഫ് ദി കേരള സർവീസ് റൂൾസ് ഷാൾ അപ്ലൈ. ലീവ് റൂളിന് ഈ പറഞ്ഞ കേരള സർവീസ് റൂളാണ് ആപ്ലിക്കബിൾ. റൂൾ 200 സേവിങ്സ്, റൂൾ 201 സ്പെഷ്യൽ പ്രൊവിഷൻസ് ഇൻ റെസ്പെക്ട് ഓഫ് ദി സർട്ടൻ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യൽ പ്രൊവിഷൻസ് ഒക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്ന റൂൾ 201 201 പറയുന്നത്. അപ്പോൾ യൂണിറ്റ് 9 ഇവിടെ കംപ്ലീറ്റ് ആയി. യൂണിറ്റ് 9 ബന്ധപ്പെട്ട് നമ്മൾ കവർ ചെയ്ത സെക്ഷൻ 80 അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അസോസിയേറ്റ് സെക്ഷനാണ് സെക്ഷൻ 80 ഓഫീസേഴ്സ് എംപ്ലോയീസ് എക്സെട്ര ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി, 80A പെൻഷൻ സ്കീം, 80B CSEB കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ്, പിന്നെ 80E വരെ നമ്മൾ നോക്കി. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റൂൾ 182 മുതൽ 201 വരെ നോക്കി. അപ്പം ഫസ്റ്റിൽ നിങ്ങൾ നോട്ട് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് ക്ലാസ് കണ്ട് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സിൽ അണ്ടർലൈൻ ചെയ്ത് ഷോർട്ട് നോട്ട് തയ്യാറാക്കുകയും ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് യൂണിറ്റ് 9 ബന്ധപ്പെട്ട് CSEB പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ആ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സും കൂടെ കണ്ട ശേഷം അതിൻ്റെ ടേക്ക് എ ടെസ്റ്റ് എഴുതി പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു മാർക്കും ഈ പറഞ്ഞ യൂണിറ്റ് 9 ബന്ധപ്പെട്ട് യാതൊരു മാർക്കും പോകില്ല. അപ്പോൾ നമുക്ക് CSEB പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ സെലക്റ്റഡ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ബേസ്ഡ് ഓൺ CSEB പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്പെസിഫൈ ദി റൂൾസ് വിച്ച് ഗിവ് power to government to exempt any society or any classes of society from any of the provisions of the rules. Rule. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ 2011/19 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും സൊസൈറ്റിക്കോ അല്ലെങ്കിൽ ക്ലാസസ് ഓഫ് സൊസൈറ്റിക്കോ ഗവൺമെൻറ്റിന് ഏതെങ്കിലും പ്രൊവിഷൻസ് ഓഫ് ദി റൂളിൽ നിന്ന് എക്സംഷൻ കൊടുക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഏത് റൂളാണ് അത് പറയുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻസ് A 181, സെക്കൻഡ് B 182, തേർഡ് 183, ഫോർത്ത് 184. A 181, B 182, C 183, D 184 അല്ലേ. അപ്പോൾ ഏതാണ് ആൻസർ? ആൻസർ നമുക്ക് ഡയറക്റ്റ് തന്നെ പറയാൻ വേണ്ടി പറ്റും. ഏതാണ്? പവർ ടു എക്സംപ്റ്റ് റൂൾ ഡീൽസ് ഇൻ ഏതാണ് ആൻസർ? A ആണ് ആൻസർ. 181. റൂൾ 182 ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റി അക്കൗണ്ട് ടു സെക്ഷൻ 80 അനുസരിച്ച്. 183 ഏജ് ലിമിറ്റ്. 184 ഏതാണ് റൂൾ 184? പ്രൊബേഷൻ. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ, റിട്ടയർമെൻറ്റ് ഏജ് ഓഫ് ആൻ എംപ്ലോയി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ 1967/17, 2691/2012 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് റിട്ടയർമെൻറ്റ് ഏജ് ഓഫ് ആൻ എംപ്ലോയി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഫസ്റ്റ് ഓപ്ഷൻ 55, സെക്കൻഡ് 56, തേർഡ് 60, ഫോർത്ത് 58. ആൻസർ അറിയുമ്പോൾ റിട്ടയർമെൻറ്റ് ഏജ് രണ്ടിൻ്റെ ആൻസർ D ആണ്, 58. റൂൾ 183 ബന്ധപ്പെട്ട് നമ്മൾ നോക്കിയിട്ടുള്ളതാണ് ഈ പറഞ്ഞൊരു റിട്ടയർമെൻറ്റ് ഏജ് 58. ഈ 58 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുക ഹി അറ്റൈൻ ദി ഏജ് ഓഫ് 58. ദി ലാസ്റ്റ് ഡേ ഓഫ് മന്ത് ഹി അറ്റൈൻ ദി ഏജ് ഓഫ് 58 ആണ് അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് ഏജായിട്ട് പരിഗണിക്കുന്നത്. 58 വയസ്സാവുന്ന മന്തിലെ ലാസ്റ്റ് ഡേറ്റ് ആണ് അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് ഏജ്. അപ്പോൾ റിട്ടയർമെൻറ്റ് ഏജ് ഓഫ് ആൻ എംപ്ലോയി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് വെച്ചാൽ ജസ്റ്റ് നമുക്ക് ഏത് ആൻസർ കൊടുക്കാം? രണ്ടിൻ്റെ ആൻസർ D 58. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, റൂൾ 198 ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി റൂൾസ് ഡീൽസ് വിത്ത്. റൂൾ 198 ഡീൽസ് വിത്ത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ 1967/17 ചോദിച്ചിട്ടുള്ളതാണ്. ഫസ്റ്റ് A അപ്പോയിൻമെൻറ്റ്, സെക്കൻഡ് ഡിസിപ്ലിനറി ആക്ഷൻസ്, തേർഡ് പ്രൊമോഷൻ, ഫോർത്ത് റിട്ടയർമെൻറ്റ്. മൂന്നിൻ്റെ ആൻസർ ഏതാണ്? 198 ഡീൽസ് വിത്ത് ഡിസിപ്ലിനറി ആക്ഷനാണ്. മൂന്നിൻ്റെ ആൻസർ B ആണ് ആൻസർ, ഡിസിപ്ലിനറി ആക്ഷൻ. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ, റൂൾ റിഗാർഡിംഗ് ദി ലീവ് ഓഫ് എംപ്ലോയി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ 1999/19, 1995/19, 2703/12 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ എംപ്ലോയിയുടെ ലീവിനെ കുറിച്ച് പറയുന്ന റൂൾ ഏതാണ്? ഫസ്റ്റ് A 184, സെക്കൻഡ് 185, തേർഡ് 185A, അതുപോലെ ഫോർത്ത് 190. നാലിൻ്റെ ആൻസർ ഏതാണ്? D ആണ് ആൻസർ. 190 ലീവ് റൂളിനെ കുറിച്ച് പറയുന്നത്. ഈ പറഞ്ഞൊരു എംപ്ലോയി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് ബന്ധപ്പെട്ട ലീവ് റൂൾ ഏത്
പ്രൊവിഷന് വിധേയമായിട്ടാണ്? കേരള സർവീസ് റൂളിലെ ലീവ് റൂളിന് വിധേയമായിട്ടാണ്. റൂൾ 184 എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊബേഷനാണ്. 185 പ്രൊമോഷൻ. 185A ബേസ്ഡ് ഓൺ ദി സെക്ഷൻ 80B സബ്സെക്ഷൻ 4 പറയുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന ടെക്നിക്കലി അല്ലെങ്കിൽ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ളവരെ ഈ സൊസൈറ്റിക്ക് കോൺട്രാക്ട് ഓർ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ നോട്ട് എക്സീഡിങ് 5 ഇയേഴ്സിലേക്ക് അപ്പോയിൻറ്റ് ചെയ്യാൻ വിത്ത് ദി പ്രയർ അപ്രൂവൽ ഓഫ് ദി രജിസ്ട്രാർ എന്നാണ് പറയുന്നത്. അതാണ് ഈ പറഞ്ഞിരുന്ന റൂളൊക്കെ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ 4ൻ്റെ ആൻസർ D ആണ് 190. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ, കേരള കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് സെക്ഷൻ. കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിൻ്റെ സെക്ഷൻ ഏതാണ്? ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ 2691/12. ഫസ്റ്റ് 80 ഓഫീസേഴ്സ് എംപ്ലോയി എക്സെട്ര ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. 80A പെൻഷൻ സ്കീമാണ്. 80B ആണ് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ്. 5ൻ്റെ ആൻസർ ഏതാണ്? C ആണ് 80B. 81 ട്രിബ്യൂണൽ. ഓക്കെ, അപ്പോൾ 5ൻ്റെ ആൻസർ C ആണ്. 6ാമത്തെ ക്വസ്റ്റ്യൻ, ദ എംപ്ലോയീസ് ഓഫ് ദി ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ റിക്രൂട്ടഡ് ബൈ. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ 2691/12. ഫസ്റ്റ് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് ആണോ? അല്ല. കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് ഏതാണ്? പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി, പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി, സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, ഫാർമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ജൂനിയർ ക്ലർക്ക്, ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റിൽ ജൂനിയർ ക്ലർക്ക് പോസ്റ്റ് മുതൽ മുകളിലേക്കുള്ള പോസ്റ്റിലേക്ക് എന്താണ്? റിട്ടൺ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുകയാണ്. സെക്കൻഡ് രജിസ്ട്രാർ, തേർഡ് PSC, ഫോർത്ത് ബാങ്ക് ഡയറക്ടർ ബോർഡ്. ദ എംപ്ലോയി ഓഫ് ദി ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ആർ റിക്രൂട്ടഡ് ബൈ. 6ൻ്റെ ആൻസർ ഏതാണ്? 6ൻ്റെ ആൻസർ C ആണ് പബ്ലിക് സർവീസ് കമ്മീഷൻ. ഏതിൻ്റെ വിധേയമായിട്ടാണ്? ഈ പറഞ്ഞൊരു ഷെഡ്യൂൾ 1 ലിസ്റ്റ് ഓഫ് സൊസൈറ്റീസ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് മെയ്ഡ് ബൈ പബ്ലിക് സർവീസ് കമ്മീഷൻ. ആ ഒരു പ്രൊവിഷനാണ്. അപ്പോൾ 6ൻ്റെ ആൻസർ C പബ്ലിക് സർവീസ് കമ്മീഷനാണ്. ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ഹാവ് പവർ ടു ഫിക്സ് ഓർ ഓൾട്ടർ ദി മാക്സിമം ആൻഡ് മിനിമം ലിമിറ്റ് ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസ് ഓഫ് അപ്പെക്സ് ആൻഡ് ഈച്ച് ക്ലാസസ് ഓഫ് സെൻട്രൽ ആൻഡ് പ്രൈമറി സൊസൈറ്റി ബാങ്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ പറഞ്ഞിരിക്കുന്ന മാക്സിമം ആൻഡ് മിനിമം ലിമിറ്റ് ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻസ് ഈ പറഞ്ഞിരിക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ട അപ്പെക്സ് ഈ പറഞ്ഞ സെൻട്രൽ ആൻഡ് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെയൊക്കെ ആരാണ് ഫിക്സ് ചെയ്യുന്നത്? ഡാഷ് ഹാവ് പവർ ടു ഫിക്സ് ഓർ ഓൾട്ടർ. ഫസ്റ്റ് രജിസ്ട്രാർ, സെക്കൻഡ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, തേർഡ് ഗവൺമെൻറ്, ഫോർത്ത് നൺ ഓഫ് ദിസ്. ഏൻ്റെ ആൻസർ ഏതാണ്? ഏൻ്റെ ആൻസർ C ആണ് ഗവൺമെൻറ് ആണ്. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ, മെയിൻ്റനൻസ് ഓഫ് സർവീസ് രജിസ്റ്റർ ഈസ് ഡീൽസ് വിച്ച് റൂൾ. ഈ പറഞ്ഞ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ എംപ്ലോയീസിൻ്റെ എന്താണ് സർവീസ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണം. ഈസ് എ പ്രിസ്ക്രൈബ്ഡ് ഫോംസ് ഈസ് എ സ്പെസിഫൈഡ് ബൈ ദി. ആരാണ് അത് പ്രിസ്ക്രൈബ് ഫോംസും ഇതൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ സ്പെസിഫൈ ചെയ്യുന്ന ആരാണ്? രജിസ്ട്രാർ. അപ്പോൾ മെയിൻ്റനൻസ് ഓഫ് സർവീസ് രജിസ്റ്റർ ഈസ് ഡീൽസ് ഇൻ വിച്ച് റൂൾ? A 195, B 196, C 197, D 198. 8ൻ്റെ ആൻസർ ഏതാണ്? 8ൻ്റെ ആൻസർ C ആണ്. ആൻസർ 197 ആണ്. D 198 ഡിസിപ്ലിനറി ആക്ഷൻ. ഓക്കെ, 9ാമത്തെ ക്വസ്റ്റ്യൻ, ആസ് പെർ റൂൾ 198 ഡിസിപ്ലിനറി സബ് കമ്മിറ്റി കൺസിസ്റ്റിംഗ് ഓഫ് നോട്ട് മോർ ദാൻ ഡാഷ് മെമ്പേഴ്സ്. ഫസ്റ്റ് 2, സെക്കൻഡ് 3, തേർഡ് 4th D 5. ഫസ്റ്റ് 2, സെക്കൻഡ് 3, തേർഡ് 4th, പിന്നെ D ആയിട്ട് കൊടുത്തിരിക്കുന്ന 4th ഓപ്ഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്ന 5 ആണ്. ആസ് പെർ റൂൾ 198 ഡിസിപ്ലിനറി സബ് കമ്മിറ്റി കൺസിസ്റ്റിംഗ് ഓഫ് നോട്ട് മോർ ദാൻ. ആൻസർ B ആണ് 3 മെമ്പേഴ്സ്. അടുത്ത 10ാമത്തെ, വിച്ച് റോൾ ഡീൽസ് വിത്ത് ട്രാവലിംഗ് അലവൻസ് ആൻഡ് അതർ അലവൻസ്. ട്രാവലിംഗ് അലവൻസ് ആൻഡ് അതർ അലവൻസ്. 10ൻ്റെ ഫസ്റ്റ് ഓപ്ഷൻസ് 198, സെക്കൻഡ് 199, തേർഡ് 200, ഫോർത്ത് 201. അപ്പം 10 വിച്ച് റൂൾസ് ഡീൽസ് വിത്ത് ട്രാവലിംഗ് അലവൻസ് ആൻഡ് അതർ അലവൻസ്. 10ൻ്റെ ആൻസർ ഏതാണ്? 10ൻ്റെ ആൻസർ B ആണ്. ആൻസർ 199 ആണ്. ഡിസിപ്ലിൻ ആക്ഷൻസ് ആണ് നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ 198 വരുന്നത്. 10ൻ്റെ ആൻസർ B ആണ് 199. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എംപ്ലോയീസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ട്രാവലിംഗ് അലവൻസ് ആൻഡ് ഓൾ അതർ അലവൻസ് ടു ദി എംപ്ലോയീസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ദ പ്രൊവിഷൻസ് ഓഫ് ദി ഡാഷ് ഷാൾ അപ്ലൈ. ട്രാവലിംഗ് അലവൻസ് ആൻഡ് അതർ അലവൻസുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ എംപ്ലോയീസിന് ഏത് പ്രൊവിഷൻസിന് വിധേയമായിട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് KCS ആക്ട് ആൻഡ് റൂൾസ്, സെക്കൻഡ് ലേബർ ആക്ട്, തേർഡ് സബ്സിസ്റ്റൻസ് അലവൻസ് ആക്ട്, ഫോർത്ത് നൺ ഓഫ് ദിസ്. 11ൻ്റെ ആൻസർ ഏതാണ്? 11ൻ്റെ ആൻസർ D ആണ്, നൺ ഓഫ് ദിസ് ആണ്. ഈ പറഞ്ഞിരിക്കുന്ന ഇൻ എംപ്ലോയി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ട്രാവലിംഗ് അലവൻസ് ആൻഡ് ഓൾ അതർ അലവൻസ് ടു ദി എംപ്ലോയീസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ടു ദി പ്രൊവിഷൻസ് ഓഫ് ദി ഏതിനാണ്? കേരള സർവീസ് റൂൾസിൻ്റെ പ്രൊവിഷന് വിധേയമായിട്ടാണ്. ഇത് പറയുന്ന റൂളാണ് റൂൾ 199.
ഓക്കെ, അപ്പോൾ 11ൻ്റെ ആൻസർ ഡി ആണ്. നൺ ഓഫ് ദിസ് കേരള സർവീസ് റൂളാണ്. റൂൾ 199 പ്രൊവിഷന് വിധേയമായിട്ടാണ്. അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ. റൂൾ 188A 188A ഡീൽസ് വിത്ത് ഫസ്റ്റ് ഓപ്ഷൻ ക്വാളിഫിക്കേഷൻ, സെക്കൻഡ് വേക്കൻസീസ് ഇൻ അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി, തേർഡ് സ്റ്റാഫ് പാറ്റേൺ, ഫോർത്ത് എംപ്ലോയ്മെൻറ്റ്സ് അസിസ്റ്റൻസ് ടു ഡിപ്പെൻഡൻസ് ഓഫ് എംപ്ലോയി ഡൈ ഇൻ ഹാർനസ്. റൂൾ 188A ഡീൽസ് വിത്ത് ഡി ആണ് ആൻസർ. എംപ്ലോയ്മെൻറ്റ്സ് അസിസ്റ്റൻസ് ടു ഡിപ്പെൻഡൻസ് ഓഫ് എംപ്ലോയി ഡൈ ഇൻ ഹാർനസ്. എന്താണ് പറയുന്നത്? അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ എംപ്ലോയീസ് ഈ പറഞ്ഞിരിക്കുന്ന സർവീസിലിരിക്കുമ്പോൾ മരണപ്പെട്ടാൽ ഡിപ്പെൻഡൻറ്റ്, ദാറ്റ് മീൻസ് ആശ്രിതന് ജോലി കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന റൂളാണ് റൂൾ 188A. യെസ്, റൂൾ 188A ഡീൽസ് വിത്ത് ഡി ആണ് ആൻസർ. എംപ്ലോയ്മെൻറ്റ്സ് അസിസ്റ്റൻസ് ടു ഡിപ്പെൻഡൻസ് ഓഫ് എംപ്ലോയി ഡൈ ഇൻ ഹാർനസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ. ആസ് പെർ റൂൾ 184 പ്രൊബേഷൻ ഫോർ എ ടോട്ടൽ പീരീഡ് ഓഫ് ഡാഷ് ഇയർ ഓൺ ഡ്യൂട്ടി വിത്ത് എ കണ്ടിന്യൂസ് പീരീഡ് ഓഫ് ഡാഷ് ഇയർ. ആസ് പെർ റൂൾ 184ൻ്റെ ബേസിൽ ഈ പ്രൊബേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ പീരീഡ് ഓഫ് എത്ര വർഷമാണ്, ഓൺ ഡ്യൂട്ടി വിത്ത് എ കണ്ടിന്യൂസ് പീരീഡ് ഓഫ് എത്ര വർഷത്തിൽ, അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ 2,3, സെക്കൻഡ് 3,2, തേർഡ് 1,2, ഫോർത്ത് 2,1. യെസ്, പ്രൊബേഷൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എംപ്ലോയീനെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ എന്താണ് നിരീക്ഷണ കാലഘട്ടമുണ്ട്, അതാണ് പറയുന്നത്. അപ്പോൾ 13ൻ്റെ ആൻസർ നോക്കാം. ആസ് പെർ റൂൾ 184 പ്രൊബേഷൻ ഫോർ എ ടോട്ടൽ പീരീഡ് ഓഫ് എത്ര നാളാണ്? 1 ഇയർ ഓൺ ഡ്യൂട്ടി വിത്ത് എ കണ്ടിന്യൂസ് പീരീഡ് ഓഫ് 2 ഇയർ. അപ്പോൾ 13ൻ്റെ ആൻസർ ഏതാണ്? 13ൻ്റെ ആൻസർ സി ആണ് ആൻസർ. ആസ് പെർ റൂൾ 184 പ്രൊബേഷൻ ഫോർ എ ടോട്ടൽ പീരീഡ് ഓഫ് 1 ഇയർ ഓൺ ഡ്യൂട്ടി വിത്ത് എ കണ്ടിന്യൂസ് പീരീഡ് ഓഫ് 2 ഇയർ. അപ്പം 13ൻ്റെ ആൻസർ സി. അടുത്ത 14 റൂൾ ഡാഷ് ഡീൽസ് വിത്ത് ഏജ് ലിമിറ്റ്. ഏജ് ലിമിറ്റിനെ കുറിച്ച് പറയുന്ന റൂൾ ഏതാണ്? ഫസ്റ്റ് ഓപ്ഷൻ 183, സെക്കൻഡ് 184, തേർഡ് 185, ഫോർത്ത് നൺ ഓഫ് ദിസ്. അപ്പം റൂൾ ഡാഷ് ഡീൽസ് വിത്ത് ഏജ് ലിമിറ്റ് 14ൻ്റെ ആൻസർ എ ആണ്. 183, 184 ഈ പറഞ്ഞിരിക്കുന്ന പ്രൊബേഷൻ, 185 പ്രൊമോഷൻ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 15. ആസ് പെർ റൂൾ 182D. റൂൾ 182D എന്ന് പറഞ്ഞാൽ ഓഫീസേഴ്സ് ആൻഡ് അതർ എംപ്ലോയീസ് ഓഫ് ദി ബോർഡാണ്. ദ ഗവൺമെൻറ് മേ ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദി ബോർഡ്, ഗവൺമെൻറ് ബോർഡുമായിട്ട് കൺസൾട്ട് ചെയ്ത് അപ്പോയിൻറ്റ് ആൻ ഓഫീസർ നോട്ട് ബിലോ ദി റാങ്ക് ഓഫ് ഡാഷ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓൺ ഡെപ്യൂട്ടേഷൻ ബേസിസ് ടു ബി ദി സെക്രട്ടറി ഓഫ് ദി ബോർഡ്. കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിലെ സെക്രട്ടറി പോസ്റ്റിലേക്ക് ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യും, കൺസൾട്ട് ആരോട്? ബോർഡുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഒരു ഓഫീസറിനെ നോട്ട് ബിലോ ദി റാങ്ക് ഓഫ് ഡാഷ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി, നോട്ട് ബിലോ ദി റാങ്ക് ഓഫ് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ അസിസ്റ്റന്റ് രജിസ്ട്രാർ, സെക്കൻഡ് ജോയിന്റ് രജിസ്ട്രാർ, തേർഡ് അഡീഷണൽ രജിസ്ട്രാർ, ഫോർത്ത് നൺ ഓഫ് ദിസ്. 15ൻ്റെ ആൻസർ ഡി ആണ് ആൻസർ. നൺ ഓഫ് ദിസ് ആണ്. കാരണം നോട്ട് ബിലോ ദി റാങ്ക് ഓഫ് ഡെപ്യൂട്ടി രജിസ്ട്രാർ ആണ്. അപ്പോൾ ഓപ്ഷനിലില്ല, അതുകൊണ്ട് നൺ ഓഫ് ദിസ് ആണ്. അപ്പോൾ 15ൻ്റെ ആൻസർ ആസ് പെർ റൂൾ 182D ഓഫീസേഴ്സ് ആൻഡ് അതർ എംപ്ലോയീസ് ഓഫ് ദി ബോർഡ്, ദ ഗവൺമെൻറ് മേ ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദി ബോർഡ് അപ്പോയിൻറ്റ് ആൻ ഓഫീസർ നോട്ട് ബിലോ ദി റാങ്ക് ഓഫ് ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓൺ ഡെപ്യൂട്ടേഷൻ ബേസിസ് ടു ബി ദി സെക്രട്ടറി ഓഫ് ദി ബോർഡ്, ബോർഡിൻ്റെ സെക്രട്ടറി ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യും. അതാണ് 15ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ. പെൻഷൻ സ്കീം ഡീൽസ് ഇൻ വിച്ച് സെക്ഷൻ? ഫസ്റ്റ് ഓപ്ഷൻ സെക്ഷൻ 80 80, സെക്കൻഡ് സെക്ഷൻ 80A, തേർഡ് സെക്ഷൻ 80B, ഫോർത്ത് സെക്ഷൻ 80C. അപ്പം പെൻഷൻ സ്കീം ഡീൽസ് ഇൻ വിച്ച് സെക്ഷൻ? 16ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? ബി ആണ് ആൻസർ. സെക്ഷൻ 80A ആണ് പെൻഷൻ സ്കീം. 80 എന്ന് പറഞ്ഞാൽ ഓഫീസേഴ്സ് എംപ്ലോയീസ് എക്സെട്ര ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി, 80A പെൻഷൻ സ്കീം, 80B കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ്, 80C കോപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ സ്കീം, 80D കോപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡ്, 80E ഉണ്ട് ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ആൻഡ് കൺട്രോൾ ഓഫ് എക്സിസ്റ്റിംഗ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ പെൻഷൻ സ്കീം ഡീൽസ് ഇൻ വിച്ച് സെക്ഷൻ? ദാറ്റ് മീൻസ് 16ൻ്റെ ആൻസർ ബി ആണ്, സെക്ഷൻ 80A. നെക്സ്റ്റ് 17ാമത്തെ ക്വസ്റ്റ്യൻ. ആസ് പെർ സെക്ഷൻ 80B അനുസരിച്ച് ദ എക്സാമിനേഷൻ ബോർഡ് ഷാൾ, കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് ഷാൾ കൺസിസ്റ്റ് ഓഫ് നോട്ട് മോർ ദാൻ ഡാഷ് മെമ്പേഴ്സ് ആൻഡ് ദി ടേം ഓഫ് ദി ബോർഡ് ഷാൾ ബി ഡാഷ്. ഫസ്റ്റ് ഓപ്ഷൻ 4,5, സെക്കൻഡ് 2,3, തേർഡ് 3,5, ഫോർത്ത് നൺ. അപ്പോൾ 17ൻ്റെ ആൻസർ ആസ് പെർ സെക്ഷൻ 80B ദ എക്സാമിനേഷൻ ബോർഡ് ഷാൾ കൺസിസ്റ്റ് ഓഫ് നോട്ട് മോർ ദാൻ 3 മെമ്പേഴ്സാണ് ആൻഡ് ദി ടേം ഓഫ് ദി ബോർഡ് ഷാൾ ബി 5 ആണ്. അപ്പം ഏതാണ് 17ൻ്റെ ആൻസർ? സി ആണ്. ആസ് പെർ സെക്ഷൻ 80B ദ എക്സാമിനേഷൻ ബോർഡ് ഷാൾ കൺസിസ്റ്റ് ഓഫ് നോട്ട് മോർ ദാൻ 3 മെമ്പേഴ്സ് ആൻഡ് ദി ടൈം ഓഫ് ദി ബോർഡ് ഷാൾ ബി 5 years. 17ൻ്റെ ആൻസർ സി ആണ്. അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ. ആസ് പെർ സെക്ഷൻ 80B സബ് സെക്ഷൻ 4 അനുസരിച്ച് വിത്ത് ദി പ്രയർ അപ്രൂവൽ ഓഫ് ദി രജിസ്ട്രാറിൻ്റെ പ്രയർ അപ്രൂവൽ വാങ്ങി
അപ്പോയിൻറ്റ് ചെയ്യാം. പേഴ്സൺ ഹു ആർ പ്രൊഫഷണൽ ഓർ ടെക്നിക്കലി ക്വാളിഫൈഡ് പേഴ്സൺ അപ്പോയിൻറ്റ് ചെയ്യാം വിത്ത് എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെർട്ടൈസ് ടു പോസ്റ്റ് റിക്വയറിംഗ് സച്ച് ടെക്നിക്കൽ ഓർ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഓൺ എ കോൺട്രാക്ട് ബേസിസ് ഓർ ബൈ മെത്തേഡ് ഓഫ് ഡെപ്യൂട്ടേഷൻ ഫോർ സച്ച് പീരീഡ് ബട്ട് നോട്ട് എക്സീഡിങ് ഡാഷ് ഇയേഴ്സ്. എത്ര എക്സീഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പോയിൻറ്റ് ചെയ്യുന്ന ആ ഒരു പീരീഡ് നോട്ട് എക്സീഡിങ് ഡാഷ് ഇയേഴ്സ്. ഇത് ആസ് പെർ സെക്ഷൻ 80B. അതുപോലെ 80B സബ്സെക്ഷൻ 4 ആണ്. റൂൾ 185A ഫസ്റ്റ് ഓപ്ഷൻ 3 years, സെക്കൻഡ് 2 years, തേർഡ് 4 years, ഫോർത്ത് 5 years. 18ൻ്റെ ആൻസർ ആസ് പെർ സെക്ഷൻ 80B സബ്സെക്ഷൻ 4 വിത്ത് ദി പ്രയർ അപ്രൂവൽ ഓഫ് ദി രജിസ്ട്രാർ അപ്പോയിൻറ്റ് പേഴ്സൺ ഹു ആർ പ്രൊഫഷണൽ ഓർ ടെക്നിക്കലി ക്വാളിഫൈഡ് പേഴ്സൺ വിത്ത് ദി എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെർട്ടൈസ് ടു പോസ്റ്റ് റിക്വയറിംഗ് സച്ച് ടെക്നിക്കൽ ഓർ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഓൺ കോൺട്രാക്ട് ബേസിസ് ഓർ ബൈ മെത്തേഡ് ഓഫ് ഡെപ്യൂട്ടേഷൻ ഫോർ സച്ച് പീരീഡ് ബട്ട് നോട്ട് എക്സീഡിങ്. ഡി ആണ് ആൻസർ. 5 years ആണ്. അപ്പോൾ 18ൻ്റെ ആൻസർ ഡി. അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ. ആസ് പെർ സെക്ഷൻ 80 ഡാഷ് ആൾ ക്ലാസിഫൈ ദി സൊസൈറ്റീസ് ഇൻ ദി സ്റ്റേറ്റ് അക്കോർഡിംഗ് ടു ദെയർ ടൈപ്പ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ. ആസ് പെർ സെക്ഷൻ 80 അനുസരിച്ച് സൊസൈറ്റീനെ ആരാണ് ക്ലാസിഫൈ ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ദെയർ ടൈപ്പ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ്റെ ബേസിൽ. ആസ് പെർ സെക്ഷൻ 80 ആരാണ്? ഫസ്റ്റ് ഓപ്ഷൻ രജിസ്ട്രാർ, സെക്കൻഡ് മാനേജിംഗ് കമ്മിറ്റി, തേർഡ് ഗവൺമെൻറ്, ഫോർത്ത് നൺ ഓഫ് ദീസ്. 19ൻ്റെ ആൻസർ ഏതാണ്? ആസ് പെർ സെക്ഷൻ 80 ഡാഷ് ഷാൾ. ദാറ്റ് മീൻസ് ഗവൺമെൻറ് ഷാൾ ക്ലാസിഫൈ ദി സൊസൈറ്റീസ് ഇൻ ദി സ്റ്റേറ്റ് അക്കോർഡിംഗ് ടു ദെയർ ടൈപ്പ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ. 19ൻ്റെ ആൻസർ സി ആണ്. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 20ാമത്തെ ക്വസ്റ്റ്യൻ. ആസ് പെർ സെക്ഷൻ 80 സെക്ഷൻ 80 പ്രകാരം ഡാഷ് പെർസെൻറ്റ് ഓഫ് ദി പോസ്റ്റ് ഓഫ് എംപ്ലോയി ഓഫ് എവറി സൊസൈറ്റി ഷാൾ ബി റിസർവ്ഡ് ഫോർ അപ്പോയിൻമെൻറ്റ് ഫ്രം പേഴ്സൺ ബിലോങ്ങിങ് ടു ദി ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് വെയർ ദി മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ടു സച്ച് പോസ്റ്റ് ഈസ് ബൈ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞിരിക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഈ പറഞ്ഞിരിക്കുന്ന പോസ്റ്റ് ഓഫ് എംപ്ലോയീസ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബിന് റിസർവേഷൻ ഉണ്ട്. അത് എത്ര പെർസെൻറ്റേജ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആസ് പെർ സെക്ഷൻ 80 പറയുന്നതാണ് ഓഫീസേഴ്സ് എംപ്ലോയീസ് എക്സെട്ര ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ഫസ്റ്റ് ഓപ്ഷൻ 10, സെക്കൻഡ് തേർഡ് ഓപ്ഷൻ 5, ഫോർത്ത് നൺ ഓഫ് ദിസ്. അപ്പോൾ എത്ര പെർസെൻറ്റേജ് ആണ്? 20ൻ്റെ ആൻസർ എ ആണ് ആൻസർ. 10% ആണ്. 3% ഉണ്ട്. 3% റിസർവേഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് പേഴ്സൻ്റെ ഡിസബിലിറ്റി 40% എബോവ് ആണെങ്കിൽ ഇപ്പോൾ 3% ഓഫ് ദി ഈ പറഞ്ഞിരിക്കുന്ന പോസ്റ്റ് റിസർവ്ഡ് ഫോർ ദി ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് പേഴ്സൺ. ഇവിടെ ആസ് പെർ സെക്ഷൻ 80 അനുസരിച്ച് എത്ര പോസ്റ്റാണ്? ഈ പറഞ്ഞ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബിന് 10% ഓഫ് ദി പോസ്റ്റാണ് എവറി സൊസൈറ്റി ഷാൾ ബി റിസർവ്ഡ് ഫോർ അപ്പോയിൻമെൻറ്റ് ഫ്രം ദി പേഴ്സൺ ബിലോങ്ങിങ് ടു ദി ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് വെർ ദി മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ടു സച്ച് പോസ്റ്റ് ഈസ് ബൈ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്. അപ്പോൾ യൂണിറ്റ് 9 ബന്ധപ്പെട്ട CSEB പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും അതേപോലെ തന്നെ CSEBക്ക് ചോദിക്കാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ് കഴിഞ്ഞു. എല്ലാവരും ക്ലാസ്സുകൾ ഫസ്റ്റിൽ കണ്ട ശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ട ടേക്ക് എ ടെസ്റ്റ് ഓപ്ഷൻ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത യൂണിറ്റ് അടുത്തൊരു സെക്ഷനും റൂളുമായിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്.